ഹലോ, ഇന്ന് കുറച്ച് തിരക്കുള്ള ദിവസമാണ്. ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങി കുറച്ച് കാര്യങ്ങളുണ്ട്. ആനയെ വാങ്ങിയാൽ നമ്മൾ തോട്ടിയും കൂടി വാങ്ങണമല്ലോ. ആദ്യം BSNL ഓഫീസിൽ നിന്ന് എൻ്റെ കയ്യിലുള്ളൊരു സിം അപ്ഗ്രേഡ് ചെയ്യണമായിരുന്നു. പിന്നെ സാംസങ്ങിൻ്റെ ഒരു മൊബൈൽ ഷോപ്പിൽ പോയി. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കിട്ടിയ ഫോണിന് അഡാപ്റ്റർ ഉണ്ടായിരുന്നില്ലെന്ന്. അപ്പോൾ അതൊരെണ്ണം വാങ്ങണമായിരുന്നു. പിന്നെ നമുക്കൊരു മൊബൈൽ ബാക്ക് കവർ വാങ്ങണമായിരുന്നു. ഇങ്ങനെയുള്ള കവറുകളിൽ എന്തിനാണ് ഇങ്ങനത്തെ പ്രിൻറ്റിങ് കൊടുക്കുന്നതെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. പിന്നെ ഇവിടെ പല ഡിസൈനിലുള്ള ഫോണിൻ്റെ ബാക്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഗ്രിപ്പുകളുണ്ട്. അതിനുശേഷം ജിയോ ഓഫീസിൽ പോയിട്ട് എനിക്കൊരു പുതിയ സിം എടുക്കണമായിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഫൈനലി ഇതേ ഫോൺ സെറ്റായിട്ടുണ്ട്. അപ്പം കുറേ നേരം നമ്മൾ നടന്ന് ക്ഷീണിച്ചു. നമുക്കൊരു കട്ടൻസിൽ പോയിട്ട് ഫുഡ് കഴിക്കാം. അങ്ങനെ ഞങ്ങൾ കട്ടൻസിൽ പോയി. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ പോകുന്നത്. കുഴപ്പമില്ല, നല്ലൊരു ആംബിയൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ വിചാരിച്ചു മലയാളികളുടെ ദേശീയ ഭക്ഷണം തന്നെ ആവാമെന്ന്. അങ്ങനെ ഞങ്ങൾ പൊറോട്ടയും ബീഫ് റോസ്റ്റും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിച്ച് അങ്ങനെ എൻജോയ് ചെയ്ത് കുറച്ച് നേരം ഇങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിരുന്നു. എന്താണ് ഇതിന് മാത്രം കാഴ്ചകളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചുമരിൽ രണ്ട് സൈഡിലായിട്ട് കുറേ നമ്മുടെ നടന്മാരുടെയൊക്കെ കുറേ കട്ടൗട്ടുകളും ഡയലോഗ്സൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ജസ്റ്റ് കണ്ടു. പിന്നെ അവിടെ എല്ലാം നടന്ന് വീഡിയോസൊക്കെ എടുത്തു. ഇനി നമുക്ക് പോകുന്നത് മലമ്പുഴയ്ക്കാണ്. മലമ്പുഴയിൽ നമുക്ക് റോക്ക് ഗാർഡൻ ഒന്ന് ചുറ്റിയിട്ട് വരാം. എന്തായാലും പുറത്തിറങ്ങി. അപ്പോൾ ഇന്നത്തെ ദിവസം ഒന്ന് കളറാക്കിയാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ റോക്ക് ഗാർഡനിലെത്തി. റോക്ക് ഗാർഡന് ചുറ്റും നിറയെ മരങ്ങളൊക്കെ ആയിട്ട് നല്ല സൂപ്പർ വൈബാണ്. മുമ്പിൽ തന്നെ വലിയ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല തണുപ്പുണ്ട്, നല്ല കാറ്റുണ്ട്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിൽ കയറി. നല്ല രസമുണ്ട് കേട്ടോ കാഴ്ചകളൊക്കെ കാണാൻ. നമ്മൾ വലിച്ചെറിയണ വേസ്റ്റ് കൊണ്ടാണ് ഇതുപോലൊരു വലിയ കൊട്ടാരം ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല കേട്ടോ. അത് നമ്മുടെ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ട് തന്നെ അറിയണം. ഒറ്റ നോട്ടത്തിൽ പറയുകയാണെങ്കിൽ കേരളത്തിൻ്റെ തനതായിട്ടുള്ള സംസ്കാരങ്ങളും അതുപോലെ തന്നെ കലാരൂപങ്ങളും പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന പല കാഴ്ചകളും നമുക്കിവിടെ കാണാം. അങ്ങനെ ഞങ്ങൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന രൂപങ്ങളും അതിൻ്റെ കളർ കോമ്പിനേഷനും എല്ലാം വളരെ അട്രാക്റ്റീവാണ്. ഒരുവിധം ചിത്രങ്ങളെല്ലാം വളരെയധികം ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും. ഇവിടെയുള്ള ഓരോ രൂപങ്ങളും ഒരുപാട് കഥകൾ പറയുന്നുണ്ട്. അതെല്ലാം തന്നെ കേരളത്തിൻ്റെ ചരിത്രത്തോടും പ്രകൃതിയോടും ചേർന്ന് നിൽക്കുന്ന കഥകളാണ്. അതുമാത്രമല്ല, വളഞ്ഞും തിരിഞ്ഞും ഒരുപാട് നീളത്തിലാണ് ഇവർ വഴികളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. ഒരുപാട് നടന്നതല്ലേ, ഒന്ന് റിഫ്രഷ്മെൻ്റ് ആവശ്യമുണ്ട്. അങ്ങനെ ഒരു ചെറിയൊരു ചർച്ചയ്ക്കൊടുവിൽ ഞങ്ങൾ ക്യാരറ്റ് ഷേക്ക് കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചിയേഴ്സോടുകൂടി ഞങ്ങളുടെ ഇന്നത്തെ കലാപരിപാടികളെല്ലാം അവസാനിച്ചു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.